ഹായ് ഗസ്, അപ്പം ഇതിൻ്റെയൊക്കെയുള്ള ഒരു പഴയ റീലോടെ നമുക്ക് സെറ്റാക്കാം. പഴയതല്ല, കഴിഞ്ഞ പോലെ മെയിൻ്റെനു. പിന്നെ നമുക്ക് സെറ്റാക്കി എടുക്കാം. അത് കഴിച്ചുകൊണ്ടൊക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇതൊക്കെ ഒഴിവാക്കാം. ഇന്നത്തെ ഇറമ്പ് പോലത്തെ ഒഴിവാക്കാം. നമുക്ക് റീലൊക്കെ പീസൊക്കെ എടുത്ത് വെച്ചിരിക്കാൻ എന്നിട്ട് റീലിൻ്റെ സ്പൂൺ എന്നിട്ട് വേണമെന്ന് ടൈറ്റ് ആക്കാം. അത് നമ്മൾ ടിക്കുമൊക്കെ കണക്ട് ആക്കാം. കണക്ട് ആക്കാനുള്ള സ്ഥലം അവിടെ ഉണ്ടാവും. അത് നമുക്ക് ടൈറ്റ് ആക്കി കൊടുക്കാൻ മതി. അത്ര തന്നെ ഉള്ളു പണി. പിന്നെ റീല് കറക്കേണ്ട സാധനം ഇപ്പം നമ്മുടെ കൈറ്റിലില്ല. അതിപ്പോൾ എടുത്ത് നമ്മൾ വരുന്നതാണ്. പിന്നെ അവിടെ സ്റ്റിക്ക് രണ്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. പിന്നെ അവിടെ അതിൻ്റെ ബ്രൈഡ് എല്ലാ ഇതിലൂടെ ഇട്ടോ ഒരു കണക്ട് ആക്കാനുള്ള ഏരിയയിലൂടെ ഇട്ടാണ് ഒന്ന് കണക്ട് ആക്കി കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ലോക്ക് ഒന്ന് കെട്ടി കൊടുക്കുക. ജിമ്മിലായിട്ട് നമ്മൾ ഫ്രോഗ് കണക്ട് ഫ്രോഗ് നമ്മളിപ്പോഴത്തെ ഒരു ഫ്രോഗ്ലൂർ അങ്ങനത്തെ ഒരു കമ്പനീൻ്റെ ഒരു കിട്ടില്ല ഫ്രോഗാണ്. കമ്പനി അതിൻ്റെ ഒരു ഷേപ്പ് 3 സൈസ് വരുന്ന ഒരു 3 cm വരുന്ന ഫ്രോഗാണോ. അപ്പോൾ ഫ്രോഗ് ഇതാട്ടോ, കിടിലം ഫ്രോഗാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്താക്കി. ഇനി അടുത്തതായിട്ട് നമുക്കിതൊന്ന് പൊട്ടിച്ചതിന് ശേഷം ആ ഹുക്ക് ലോക്ക് നമ്മൾ ലാസ്റ്റ് അത് നമുക്കൊന്ന് കണക്റ്റ് ആക്കി കൊടുക്കട്ടോ. ഇനി നമുക്ക് ഇതാ ഒന്ന് ഇതേപോലെ ഒന്ന് കണക്ട് ആക്കി കൊടുക്കുക. തന്നെ ഉള്ളു പണി. അപ്പോൾ ലോക്ക് ശരിയായിട്ടുണ്ട്. നമുക്ക് അടുത്തതായിട്ട് ഇതൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഫ്രോഗ് സെറ്റ് നല്ല ലോങ് പോകട്ടോ. ഒരു കാസ്റ്റിംഗ് കാണിച്ചത്. ഇതല്ല ലോങ് വിതായിട്ടുള്ള അടുത്ത വീഡിയോ ഞാൻ കാണിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.